ക്ഷമിക്കൽ ആത്മസൗഖ്യത്തിനും സമാധാനത്തിനുമുള്ള ഉപാധി. നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ 2 കുഴിമാടങ്ങൾ കുഴിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ നീരസം നിങ്ങളെ നശിപ്പിക്കും. ചൈനീസ് പഴമൊഴി. ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും ശാരീരികമായോ മാനസികവുമായ മുറിവേറ്റിട്ടുള്ളവരായിരിക്കും നമ്മിൽ പലരും. നമ്മെ വേദനിപ്പിച്ചവർ വേദനിച്ച് കാണാനുള്ള നമ്മിലെ ആഗ്രഹം തികച്ചും സ്വാഭാവികമാണ്. പ്രതികാരത്തിനുള്ള ആഗ്രഹം നിർഭാഗ്യവാന്മാരായ കുറച്ച് ആളുകളെ ബാധിക്കുന്ന ഒരു രോഗമല്ല, മറിച്ച് ഇത് പ്രകൃതി നിർദ്ധാരണത്തിലൂടെ രൂപപ്പെടുത്തിയ മനുഷ്യപ്രകൃതിയുടെ ഒരു സാർവത്രിക സ്വഭാവ സവിശേഷതയാണ്. കാരണം ഇത് നമ്മുടെ പൂർവികരെ അവരുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ സഹായിച്ചു. ആധുനിക മനഃശാസ്ത്ര പഠനങ്ങൾ അനുസരിച്ച് നമ്മിലെ മറ്റുള്ളവരോടുള്ള പ്രതികാരദാഹത്തിന്റെ ഫലം നാം തന്നെയാണ് അനുഭവിക്കുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും നാം സന്നദ്ധരായാൽ തീർച്ചയായും കൂടുതൽ സന്തോഷവും ശാരീരികമായ സൗഖ്യവും ജീവിതത്തിൽ നിലനിർത്തുന്നവരും സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒരു ലോകം സൃഷ്ടിക്കുന്നവരുമായി നമുക്ക് മാറാൻ കഴിയും. എന്താണ് ക്ഷമിക്കൽ? ഒരു വ്യക്തി തന്നെ ഉപദ്രവിച്ച മനുഷ്യരോട് അവർ അയാളുടെ ക്ഷമ അർഹിക്കുന്നുണ്ടോ എന്നത് പരിഗണിക്കാതെ തന്നെ തൻ്റെ ഉള്ളിൽ സദാ പുലർത്തി വരുന്ന നിഷേധാത്മക വികാരങ്ങളായ നീരസവും കയ്പും കോപവും വെറുപ്പും പ്രതികാര ചിന്തകളും നിരുപാധികമായി സ്വമേധയാ ഉപേക്ഷിക്കുന്ന ആന്തരിക പ്രക്രിയയാണ് ക്ഷമിക്കൽ. പരിണാമശാസ്ത്രമനുസരിച്ച് പ്രതികാരം ചെയ്യുവാനുള്ള മനുഷ്യപ്രവണതയും ക്ഷമിക്കുവാനുള്ള നമ്മുടെ കഴിവും സന്നദ്ധതയും മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. ക്ഷമയും പ്രതികാരവും പൂർവികരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സാമൂഹിക സഹജ ബോധമാണ്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വീക്ഷണകോണിലൂടെ വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള സ്വസന്നദ്ധതയാണ് ക്ഷമിക്കൽ. ക്ഷമിക്കുക എന്നതിനർത്ഥം മറ്റുള്ളവർ നമ്മോട് ചെയ്ത ദ്രോഹം മറക്കുകയോ മാപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിച്ച വ്യക്തിയുമായി ഒത്തുപോകുകയോ ചെയ്യുക എന്നതല്ല. ക്ഷമിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഊർജം നഷ്ടപ്പെടുത്താതെ നമ്മിൽ തന്നെ നിലനിർത്തുക എന്നതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക വഴി നമ്മിലെ പ്രതികാര ചിന്തകളും നീരസവും നമ്മുടെ മേലുള്ള സ്വാധീനം കുറയ്ക്കുകയും നമ്മെ ഉപദ്രവിച്ച വ്യക്തിയുടെ നിയന്ത്രണത്തിൽ നിന്ന് നാം തന്നെ മോചിക്കപ്പെടുകയും ചെയ്യുന്നു. ക്ഷമിക്കുന്നതിലൂടെ നമ്മെ വേദനിപ്പിച്ച ഒരാളെ മനസ്സിലാക്കുവാനും അയാളോട് സഹാനുഭൂതിയും അനുകമ്പയും സ്നേഹവും കാണിക്കുവാനും നമുക്ക് കഴിയും. വേദനിപ്പിക്കുന്ന ഭൂതകാല ചിന്തയിൽ ഇനി മുതൽ നാം സ്വയം ബലിയാടാകാതിരിക്കാനും നമ്മുടെ ഹൃദയത്തെ സുഖപ്പെടുത്താനുള്ള തീരുമാനമാണിത്. ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ വിദ്വേഷത്തിനോ കോപത്തിനോ ഇനി വിലയോ സമയമോ കണ്ടെത്തേണ്ട എന്ന് നാം സ്വയം തീരുമാനിക്കുന്നു. മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കുവാനുള്ള സന്നദ്ധതയെന്നും ഇതിനെ വിളിക്കാം. ഇതുവരെ ശത്രുക്കളെന്ന് നാം കരുതിയവരെ വിധിക്കുന്നതിനോ അപലപിക്കുന്നതിനോ പകരം സഹാനുഭൂതി, സൗമ്യത, ആർദ്രത, കരുതൽ എന്നിവ നമ്മിൽ വളർത്തുകയാണ് ഇതുവഴി നാം ചെയ്യുക. ക്ഷമ എന്താണെന്ന് നിർവചിക്കുന്നത് പോലെ പ്രധാനമാണ് ക്ഷമ എന്തെന്നല്ലെന്ന് മനസ്സിലാക്കുന്നതും. ഒരാൾ ക്ഷമിക്കുമ്പോൾ അയാൾക്കെതിരായി മറ്റൊരാൾ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം മറച്ചു വെക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. ക്ഷമിക്കുക എന്നതിനർത്ഥം മറക്കുക എന്നതുമല്ല. തകർന്ന ബന്ധം നന്നാകാൻ ക്ഷമ സഹായിക്കുമെങ്കിലും നമ്മെ ദ്രോഹിച്ച വ്യക്തിയുമായി അനുരഞ്ജനം നടത്താതെ നിയമപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനോ അതാരെയും നിർബന്ധിക്കുന്നില്ല. എന്നാൽ ക്ഷമിക്കുന്ന വ്യക്തിക്ക് ഇതുവഴി മനസമാധാനം ലഭിക്കുകയും അവനെ അല്ലെങ്കിൽ അവളെ കോപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? ക്ഷമിക്കുക എന്നത് നമ്മിലെ നന്മയുടെ മാപിനിയാണ്. ക്ഷമ നമ്മെ വേദനിപ്പിച്ച വ്യക്തിയുടെ പെരുമാറ്റത്തിന് ഒഴികഴിവുകൾ കണ്ടെത്തലോ അത് സംഭവിച്ചില്ലെന്ന് നടിക്കലോ അല്ല. നമുക്ക് പിന്തുടരാനോ ജപിക്കാനോ കഴിയുന്ന ഒരു ദ്രുതസൂത്ര സംജ്ഞയുമല്ലത്. ക്ഷമയെന്നത് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. അത് പലപ്പോഴും ഒരു അരിലേഖിത പ്രയത്നമായ രീതിയായി തുടരണം. ക്ഷമയോടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുവാനും ആന്തരിക ശക്തിയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാനും സഹായിക്കും.
ആരെങ്കിലും നമ്മെ ആഴത്തിൽ വേദനിപ്പിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മിൽ ആവർത്തിച്ചുറപ്പിച്ച നുണകൾ, ഞാൻ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ യോഗ്യനല്ല എന്നതുപോലുള്ള നുണകളെ ഇതുവഴി നമ്മിൽ നിന്ന് എന്നേക്കുമായി നീക്കുവാൻ കഴിയും. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നാം ബോധപൂർവം പരിശീലിക്കുന്നതിനോടൊപ്പം സ്വയം ക്ഷമിക്കുവാനും നാം പഠിക്കണം. സ്വയം ക്ഷമിക്കുക എന്നത് കാലാകാലങ്ങളിൽ നമ്മിൽ കെട്ടിക്കിടക്കുന്ന നമ്മോട് തന്നെയുള്ള കോപത്തിൽ നിന്നും മുക്തി നേടാനുള്ള അവസരമാണ്. ക്ഷമിക്കുക എന്നത് പലർക്കും വളരെ പ്രയാസമേറിയ ഒരു പ്രക്രിയയാണ്. എന്നാൽ ക്ഷമിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ പഠിക്കാം? ഇതിന് പ്രധാനമായും 4 ഘടകങ്ങൾ ഉണ്ട്. ഒന്നാമതായി, നമ്മിലെ ആഴമേറിയ മുറിവിന്റെ ഫലമായുണ്ടാകുന്ന വൈകാരികമായ വേദനയെക്കുറിച്ച് സ്വയം അവബോധം ഉള്ളവരാകുവാൻ ശ്രമിക്കുക. കോപത്തിന്റെയോ വെറുപ്പിന്റെയോ സ്വഭാവപരമായ വികാരങ്ങളെ തിരിച്ചറിയുക. ഈ സമയത്ത് വ്യക്തികളിൽ ഗണ്യമായ അളവിൽ വൈകാരികമായ ക്ലേശം അനുഭവപ്പെടാം. ഇത് ഇരയെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ അനുഭവമായിരിക്കാം. എന്നാലും കോപത്തിന്റെയും മറ്റ് നിഷേധാത്മക വികാരങ്ങളുടെയും പിടിയിൽ നിന്നും സ്വതന്ത്രരാകാൻ ഈ രീതി ഒരാളെ സഹായിക്കും. ക്ഷമിക്കുവാനുള്ള തീരുമാനത്തോടു കൂടിയ മുന്നേറ്റമാണ് രണ്ടാമത്തെ ഘട്ടം അല്ലെങ്കിൽ ഘടകം. മുറിവിലും മുറിവേൽപ്പിച്ചയാളിലും ഇനിയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ അനാവശ്യമായ വേദനയ്ക്കും സഹനത്തിനും കാരണമാകുമെന്ന് വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങും. പരിക്കേറ്റ വ്യക്തി ക്ഷമയെ പര്യവേക്ഷണം ചെയ്യുവാനും പൂർണ്ണമായ ക്ഷമയുടെ ദിശയിൽ പ്രാരംഭ നടപടികൾ സ്വീകരിക്കുവാനും പ്രതിജ്ഞാബദ്ധനാകുന്നു. ഈ ഘട്ടത്തിലെ ഒരു പ്രധാന തീരുമാനം മുറിവേൽപ്പിച്ചയാളോട് പ്രതികാരം ചെയ്യുവാനുള്ള ചിന്തകളോ വികാരങ്ങളോ ഉദ്ദേശങ്ങളോ ഉപേക്ഷിക്കുക എന്നതാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ ക്ഷമിക്കുന്ന വ്യക്തി മുറിവേൽപ്പിച്ചയാളോട് ക്ഷമിക്കുവാനുള്ള സജീവമായ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേദനിപ്പിച്ച ആളെ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള ശ്രമമാണ്. വേദനിപ്പിച്ച വ്യക്തിയോട് സഹാനുഭൂതിയും അനുകമ്പയും പ്രകടമാക്കുവാനുള്ള സ്വയാർജിത സന്നദ്ധത ഇവിടെ ആരംഭിക്കുന്നു. കാരുണ്യപൂർവമായ സംയമനം, ഔദാര്യം, ധാർമ്മിക സ്നേഹം എന്നിവയുടെ രൂപത്തിൽ മുറിവേൽപ്പിച്ചയാളോട് സൗമ്യത പ്രകടിപ്പിക്കുവാൻ വ്യക്തി ഇപ്പോൾ തയ്യാറായേക്കാം. ഈ സമയത്ത് അനുരഞ്ജന മനോഭാവം ക്ഷമിക്കുന്ന വ്യക്തിയിൽ ഉടലെടുക്കുന്നു. അടുത്ത ഘട്ടം ആഴപ്പെടുത്തലാണ്, സ്വയം സുഖം പ്രാപിക്കുന്ന സമയം. ഈ ഘട്ടത്തിൽ മുറിവേൽപ്പിച്ച വ്യക്തിയോട് ക്ഷമിക്കുന്ന പ്രക്രിയയിൽ നിന്ന് വൈകാരികമായ ആശ്വാസവും പുത്തൻ ഉണർവും ക്ഷമിക്കുന്ന വ്യക്തിക്ക് കരഗതമാകും. ഇതുവഴി വൈകാരിക ആശ്വാസവും ജീവിതത്തിന് പുതിയ അർത്ഥവും തന്നോടും മറ്റുള്ളവരോടും അനുകമ്പ വർദ്ധിപ്പിക്കുന്നതിനും വ്യക്തി സന്നദ്ധനാകുന്നു. പ്രതികാരത്തിന് പകരം ശത്രുത തോന്നുന്ന വ്യക്തിയോട് ദയ കാണിക്കാൻ ഒരു വ്യക്തിക്ക് ഈ സമയത്ത് കഴിയും. നമ്മെ വേദനിപ്പിച്ചവരുടെ സാമീപ്യം നമ്മിൽ ശാരീരികമായോ മാനസികമായ പിരിമുറുക്കങ്ങൾ ഉളവാക്കില്ല. പ്രതികാരം ചെയ്യാതിരിക്കുവാനുള്ള ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ആത്മാർത്ഥമായ ആഗ്രഹവും തീരുമാനവും മാനവരാശിയുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. പ്രതികാരത്തോടുകൂടിയുള്ള മനുഷ്യന്റെ സ്വഭാവ പ്രവണതയെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്നാണ് മനുഷ്യ ചരിത്രത്തിലെ പല നിയമങ്ങളും രൂപപ്പെട്ടത്. കാലക്രമേണ അവ ഇന്നത്തെ സങ്കീർണമായ നീതിന്യായ വ്യവസ്ഥകളായി മാറി. ചരിത്രപരമായി ആത്മീയ രംഗത്ത് വൈകാരിക ക്ഷമ പ്രധാനമായും പ്രോത്സാഹിക്കപ്പെട്ടിട്ടുണ്ട്. കാലക്രമേണ പോസിറ്റീവ് സൈക്കോളജി, വൈദ്യശാസ്ത്രം പോലുള്ള മേഖലകളിൽ ആരോഗ്യത്തിന്റെ ഒരു ഭാഗമായി ഇത് മാറി. അടുത്തിടെയാണ് ശാസ്ത്രലോകം ഇത് അംഗീകരിച്ചത്. പോസിറ്റീവ് സൈക്കോളജിയും മറ്റിതര ശാസ്ത്രലോകവും നടത്തിയ ഗവേഷണ ഫലം തെളിയിക്കുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ താഴെ പറയുന്ന ശാരീരികവും മാനസികവുമായ സുസ്ഥിതി കൈവരിക്കുമെന്നതാണ്. 1. നിഷേധാത്മകമായ വികാരങ്ങളും വിഷാദ രോഗങ്ങളും കുറയ്ക്കും. 2. ഭാവാത്മക ചിന്തകളുടെ പുനഃസ്ഥാപനം ദ്രുതഗതിയിൽ സംഭവിക്കും. 3. വ്യക്തിബന്ധങ്ങൾ സുഗമമായി പുലർത്താൻ സാധിക്കും. 4. ഉത്കണ്ഠയുടെ അളവ് ഗണ്യമായി കുറയ്ക്കും. 5. ആത്മീയതയെ ശക്തിപ്പെടുത്തും. 6. ആത്മാഭിമാനം ഉയർത്താൻ സഹായിക്കും. ശുഭാപ്തി വിശ്വാസമുള്ളവരായി ജീവിക്കുവാൻ കഴിയും. 7. സംഘർഷ പരിഹാര നിർവഹണത്തിൽ കൂടുതൽ ശേഷി പ്രകടിപ്പിക്കും. 8. സമ്മർദ്ദത്തെ നേരിടാനും ആശ്വാസം കണ്ടെത്തുവാനുമുള്ള കൂടുതൽ കഴിവ് ആർജിക്കും. ക്ഷമിക്കുക വഴി ഒരാൾക്ക് ആരോഗ്യപരമായ അനവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു.
നിരുപാധികമായ ക്ഷമിക്കൽ വൈകാരികവും വൈജ്ഞാനികവുമായ പ്രക്രിയയും ചികിത്സയുമാണ്. ക്ഷമിക്കുക എന്നത് കോപവും വിദ്വേഷവും ഇല്ലാതാക്കാനുള്ള ഏറ്റവും സുഗമമായ മാർഗമാണ്. ക്ഷമിക്കലിന് ശാരീരികവും വൈകാരികവും വൈജ്ഞാനികവുമായ നേട്ടങ്ങൾ നമ്മിൽ സൃഷ്ടിക്കാൻ കഴിയും. ക്ഷമിക്കുന്നത് ഒരു വികാര കേന്ദ്രീകൃത ക്രമീകരണ ഉപാധിയായി ഉപയോഗിക്കാമെന്നും ഇതുവഴി മാനസിക സമ്മർദ്ദം ഗണ്യമായി കുറച്ച് മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്താൻ കഴിയുമെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ക്ഷമിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ജീവിത സംതൃപ്തിയും ദീർഘായുസ്സും വിരളമായി മാത്രം വിഷാദ രോഗവും അനുഭവപ്പെടുന്നതായി അവർ കണ്ടെത്തി. അവസാനമായി ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് പ്രതിഫലപരമായ ചിന്തയിൽ ഏർപ്പെടാനുള്ള വലിയ പ്രവണതയുണ്ടെന്നും അനാവശ്യമായ അഭ്യൂഹങ്ങളിൽ ഏർപ്പെടാനുള്ള സ്വഭാവം കുറവാണെന്നും കാണിക്കുന്നു. ക്ഷമിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് നമ്മിൽ വളരുന്ന മുൻവിധിയുടെയും പ്രതികാരവാജ്ഞയുടെയും അഭാവമാണ്. ആരും നമ്മോട് കടപ്പെട്ടിട്ടില്ലെന്നും നമ്മൾ അനുഭവിച്ച വേദന ഇനിയും നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ലെന്നും അത് മറ്റൊരാൾക്ക് നൽകേണ്ടതില്ലെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഈ അവബോധം ധാർമ്മികമായി നമ്മെ തന്നെ കാണാൻ സഹായിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ നമ്മെ ഉപദ്രവിച്ചവരോട് നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരിക എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഉള്ളിൽ നിരന്തരം കോപം, വെറുപ്പ്, വേദന, നീരസം, കയ്പ്, വിട്ടുമാറാത്ത മറ്റ് വികാരങ്ങൾ എന്നിവ നിലനിർത്താൻ അല്ലെങ്കിൽ അതിലേക്ക് അടിമകളായി മാറാൻ ഇത് കാരണമാകും. ഈ നില നമ്മെ വിട്ടുമാറാത്ത വേദനകളിലേക്ക് നയിക്കുമെന്ന് പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇത് നമ്മിൽ ഗൗരവപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതുകൂടാതെ വ്യക്തിബന്ധങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും ചുറ്റുമുള്ളവർ നമ്മിൽ നിന്ന് അകലാനും സാധ്യതയുണ്ട്. നാം ക്ഷമിക്കാതിരിക്കുകയും ദുഃഖം, വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവയുടെ ലക്ഷണങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം താറുമാറാകും. ഇത് നമ്മുടെ നാഡീകേന്ദ്രത്തെ രോഗാതുരമാക്കും. പിന്നീട് നമ്മുടെ ശരീരത്തിലേക്ക് സമ്മർദ്ദ ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും അജ്ഞാത രോഗങ്ങൾക്കും കാരണമായി തീരും. സംക്ഷിപ്തമായി പറഞ്ഞാൽ, നിരുപാധികം ക്ഷമിക്കുക വഴി ഓരോ വ്യക്തിയും അദ്വിതീയനും അനന്യനും പകരക്കാരനില്ലാത്തവനുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നു. അവധാനപൂർവമായ ധ്യാനത്തിലൂടെയോ മാനവിക തത്വചിന്തയിലൂടെയോ പരിണാമത്തിനുള്ള നമ്മുടെ വിശ്വാസത്തിലൂടെയോ നമ്മൾ ഇതിലേക്ക് വന്നേക്കാം. ഭാവി തലമുറയുടെ നിലനിൽപ്പിനും സാംസ്കാരിക സമന്വയത്തിനും നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളെ കൂടുതൽ സമൃദ്ധവുമാക്കുന്നതിനും പൊതുമാനവികതയെ വിലമതിക്കുന്നതിനും ഈ മാനസികാവസ്ഥ വളർത്തിയെടുക്കേണ്ടത് അതിപ്രധാനമായ കാര്യമാണ്.